ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പറഞ്ഞു വയ്ക്കുന്നത് ഒരു വിശ്വാസിക്ക് മരണമില്ല എന്ന പരമമായ സത്യമാണ്. അപ്പോൾ സമൂഹത്തിലെ ഉന്നതരോ പ്രശസ്തരോ സമ്പന്നരോ അധികാര കേന്ദ്രങ്ങളിലെ മുടിചൂട മന്നരോ രാഷ്ട്രീയ നേതാക്കളോ കലാ സാഹിത്യ മേഖലകളിലെ സെലിബ്രിറ്റികളോ സാധാരണക്കാരോ ആരുമാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ആ വ്യക്തിയെ പരാമർശിക്കുന്നത് അയാളുടെ പേരുകൊണ്ടല്ല, ബോഡി അല്ലെങ്കിൽ ശവമെന്ന വാക്കുകൊണ്ടാണ്. അപ്പോൾ മരണാനന്തരം ബന്ധുമിത്രാദികളും സ്വന്തക്കാരും സ്നേഹിതന്മാരും എല്ലാം പിന്നീട് അന്വേഷിക്കുന്നത് ബോഡി ഇപ്പോൾ എവിടെയാണ്, അടക്ക് എപ്പോഴാണ്. അപ്പോൾ പരേതൻ്റെ ബന്ധുക്കൾ ദൂരെ നിന്ന് വരാനുണ്ടോ? അങ്ങനെ വീരശൂര പരാക്രമികളായി ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഉടലിൽ നിന്ന് പ്രാണൻ വേർപെട്ട് കഴിഞ്ഞാൽ കേവലം ബോഡിയായി ശവമായി മാറുന്ന അവസ്ഥയാണ് നിലവിൽ നമുക്ക് അനുഭവങ്ങളിലൂടെ കണ്ടു വരുന്നത്. ഇതിൻ്റെ എല്ലാം ഏറ്റവും ആത്യന്തികമായ അവസാനമെന്ന് പറയുന്നത് പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്നേഹിച്ചവരും നമ്മളെ സ്നേഹിച്ചവരുമൊക്കെ അന്വേഷിക്കുന്നത് ബോഡി എവിടെയാണ്. ആത്മഹത്യയാണെങ്കിൽ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എപ്പോഴാണ്, ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയോ? ഇത്തരം അന്വേഷണങ്ങളെ മരണാനന്തരം അവശേഷിക്കുന്നുള്ളൂ, നമുക്ക് ഉള്ളൂ. ജീവിച്ചിരുന്നപ്പോൾ ഒരു കത്തെഴുതുകയോ ഒന്ന് ഫോൺ ചെയ്യുകയോ തമ്മിൽ കാണുകയോ ചെയ്യാത്ത എത്രയോ ആളുകളാണ് ബോഡി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു സത്യമുണ്ട്. മരണമെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമല്ല. പിന്നെ എന്താണ് നഷ്ടം? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച പോലെ ജീവിക്കുന്നതാണ് നഷ്ടം. ഒരിക്കൽ കൂടി പറയുകയാണ്, മരണമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തിരുവചനം പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന മകന് മകൾക്ക് മരണം ഒരു നഷ്ടമല്ല. നിർഭാഗ്യവശാല് നഷ്ടമെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച പോലെ ജീവിക്കുന്നതാണ് നഷ്ടം. ജീവച്ഛവമാകാതിരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ പുതുക്കണം, ബന്ധങ്ങൾ നിലനിർത്തണം. അതോടൊപ്പം തന്നെ ജീവിതം നന്മയാകുന്ന ചിന്തറുകൊണ്ട് മിനുക്കി എടുക്കണം. അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലൂടെ 3 ചോദ്യങ്ങളാണ് നമ്മുടെ നേരെ ഉയർത്തുന്നത്. നിനക്ക് എന്ത് മാഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്ത് ഉണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തില് ഒരു വിശ്വാസിക്ക് മരണമില്ല എന്ന് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 26-ാം വാക്യം പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു മനുഷ്യന്റെ
മരണം യഥാർത്ഥമായി തീരുന്നത് എപ്പോഴാണെന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ടതിന് ശേഷം നാളുകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് എന്നെയും നിങ്ങളെയും ഓർക്കാൻ ആരുമില്ലാതെ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മരിക്കുന്നത്. കവി എൻ കക്കാടിൻ്റെ സബലമീ യാത്രയിലെ അവസാന വരികൾ ഇപ്രകാരമാണ്: കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്ന് ആർക്കറിയാം. ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്, വിശ്വാസിക്ക് മരണമില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ തന്നെ മരണാനന്തരം ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഈ ലോകമുള്ളിടത്തോളം കാലം നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, ജീവച്ഛവമാകാതെ ജീവിക്കണമെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ ബന്ധങ്ങൾ പുതുക്കി നന്മകൾ നിരന്തരമായി ചെയ്യുന്നവർക്ക് മരണാനന്തരവും മനുഷ്യ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.